വിജിഷയാണ്. ഞാൻ ഇത്ര പടം അഭിനയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അടുത്ത പടത്തിൽ പരിപാടി ഉണ്ടോ? ഇല്ല. നോ. ഞാൻ ഓക്കെ, താങ്ക് യു. ചില ആൾക്കാരുടെ പേരിന്റെ കൂടെ സ്ഥലപ്പേര് വെക്കുമ്പം ടോൺ അങ്ങോട്ട് മാറും. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ വടുതല വത്സ, കുന്നംകുളം ശാന്ത അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അപ്പൊ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു ആ ഒരു ഫീല് കിട്ടുന്നുണ്ടോ. ഈ മൊമെന്റ് ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ടോ? അത് ശരിക്കും ഒന്ന് രണ്ടാളൊന്നല്ല, കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ആ പേര് ഒന്ന് മാറ്റണം. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് മാറ്റരുത്. അവളുടെ അടുത്ത് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാധനമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല. ഞാൻ ഇങ്ങനെയല്ല, യഥാർത്ഥം ഞാൻ ഇവിടെ അല്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, സലിംകുമാർ പറഞ്ഞ പോലെ. അത് ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഭയങ്കര ആക്ടറാണ് എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നാറുണ്ട്. ഞാനത് ഫേക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി. ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിഹിതം ചെയ്തു എന്നുള്ളൊരു അത് വലിയൊരു കോൺഫിഡൻസ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറയും കൂടുതലൊന്നുമില്ല, അടുത്ത പടത്തിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ആ സാധനം ഞാൻ ചോദിക്കും. ചേട്ടാ ചായ കുടിച്ചോ, ചോറ് ഉണ്ടോ? അതൊന്നുമില്ല പരിപാടി. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമായിരുന്നു എന്നല്ല, ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഇങ്ങനെ സിനിമ ഒക്കെ ചെയ്തു തുടങ്ങും അത് മറ്റേതായിരിക്കും എന്നുള്ളൊരു സാധനം ഞാൻ കേൾക്കുന്നില്ല എന്നൊന്നുമല്ല, ആൾക്കാർ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അതൊന്നും മാറാനൊന്നും പോകുന്നില്ല. എന്നാലും നീ സീരിയൽ കാണാൻ വിടാഞ്ഞിട്ടല്ലേ നീ അവൻ്റെ കൂടെ പോയത് എന്നുള്ളത്. ഞാൻ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വേറൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിജിഷ നീലേശ്വരാണ്. നമസ്കാരം. നമസ്കാരം. അവഹിത സിനിമ ഒരു ഹിറ്റായിരിക്കുകയാണ്. അവഹിതം അല്ലെങ്കിൽ എവിഹിതം എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആളുകളുടെ റെസ്പോൺസ് ഒക്കെ? ഹാപ്പി അല്ലേ അതിനകത്ത്? നല്ല ഹാപ്പിയാണ്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, പക്ഷേ ഈ ഒരു സിനിമ ചെയ്ത് അത്ര ഒരു അപ്രിസിയേഷൻ ഈ സിനിമയ്ക്ക് മാത്രമാണ് കിട്ടിയത്. വേറൊരു സിനിമയ്ക്ക് അങ്ങനെ വന്നിട്ടില്ല. അതിൽ നല്ല ഹാപ്പിയാണ്. ഭയങ്കര സുന്ദരിയാണ് വിജിഷേനെ കാണാൻ വേണ്ടി. അപ്പം ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരിലും കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും സുന്ദരിയ കുട്ടീനെയാണോ അത്രയും അങ്ങനെ നമ്മൾ നോർമൽ കാണുന്ന ഒരു രീതിയിൽ വെച്ചത് എന്ന് വിചാരിച്ചു. ഭയങ്കരമായിട്ട് സെൽഫ് ലവ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ഇൻസ്റ്റഗ്രാമൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല കുറേ ഫോട്ടോസൊക്കെ കണ്ടു. സെൽഫ് ലവ് എങ്ങനെയാണ്? ചെറുപ്പം മുതൽ സെൽഫ് ലവ് ഉണ്ടോ? ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണോ? ഈ സെൽഫ് ലവ് എന്നുള്ള വേർഡ് അറിഞ്ഞു തുടങ്ങുന്ന ഇപ്പം അടുത്ത കാലങ്ങളിലായിട്ടാണ്. പക്ഷെ അതിനു മുമ്പൊക്കെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നല്ല, ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. അതെന്താണ് റീസൺ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്താലും എനിക്കിഷ്ടമാണ്, ഞാൻ എന്ത് തീരുമാനിച്ചാലും എനിക്കിഷ്ടമാണ്, എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ. ഈ ആളുകൾ പറയാറുണ്ട് ഏതെങ്കിലും ഒരു സൈഡൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടമാവുള്ളൂ, അങ്ങനെയൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആളുകൾ കളിയാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഈ സൈഡ് ആംഗിൾ എല്ലാവർക്കും ഇഷ്ടമാവും തോന്നുന്നു. നമ്മൾ ഈ ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ലെഫ്റ്റ് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി പ്രിഫർ ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ബോഡി ഷെയ്മിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കും. പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്ലബ്ബുണ്ട്. അവിടെയൊക്കെ കുറേ പ്രോഗ്രാംസൊക്കെ ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കും. ക്ലാസിക്കൽ ഡാൻസർ അല്ല, ആ സമയത്ത് സിനിമാറ്റിക് ഡാൻസിൻ്റെ ഒക്കെ ഒരു സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ക്ലബ്ബിലൊക്കെ കുറേ ആൾക്കാരെ പഠിപ്പിച്ചതൊക്കെ ഞാനാണ്. പിന്നെ ഒരു കേരളോത്സവം വന്ന സമയത്ത് അത് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു മത്സര വിഭാഗമാണ്. അപ്പോൾ അതിൽ എന്നെ മാത്രം മാറ്റി നിർത്തി. കുറേ ആൾക്കാരെ ഞാൻ അവിടെ പഠിപ്പിച്ച് അതുവരെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവരിങ്ങനെ വീട്ടിലേക്ക് സംഭാവനയാക്കി വരുമല്ലോ വീട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കുട്ടിക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബർക്കത്തില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് കുറച്ചും കൂടിയും വണ്ണം അങ്ങനെ ഇല്ല, മെലിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റില്ല, അത് കുറച്ചും കൂടിയും വണ്ണമൊക്കെ ഉള്ള ഈവൻ എൻ്റെ സെയിം ഏജുള്ള കുട്ടികളൊക്കെ അതിലുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ്സും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം എന്നെ മാറ്റി നിർത്തിയപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു സങ്കടമായിരുന്നു. എനിക്കിപ്പോഴും അത് മനസ്സിലുണ്ടാവേണ്ട കാരണം അതായിരുന്നു, ആ ഒരു ബോഡി ഷെയ്മിങ് അതുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് വന്നത്? ഞാൻ എന്ത് കഴിച്ചാലും മണ്ണൊന്നും വെക്കില്ല. ഇങ്ങനെ പുറത്ത് വരാനോ അല്ല. ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറയും അത് വിജിഷയുടെ ഭാഗ്യമാണ്. വണ്ണമുള്ളവരൊക്കെ പറയും അത് ഭാഗ്യമാണ്, എന്ത് കഴിച്ചാലും എന്തും കഴിക്കാലോ. അവർക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ അങ്ങനെ കഴിക്കുന്ന ആൾക്കാർ. അപ്പം അതൊരു ഭാഗ്യമായിട്ട് ഞാനും കാണുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്യാറില്ല. എങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത്? സിനിമയിലേക്ക് കടന്നു വന്നത് രാജേഷ് നാരായണൻ കാരനാണ്. എൻ്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്.
അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു എന്നാത്താൻ കേസോട് എന്ന സിനിമയിൽ എന്നെ ഡമ്മി ആയിട്ട് വിളിച്ച്. അതുവരെ നമുക്ക് സിനിമ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും സിനിമ ആഗ്രഹം ഉണ്ടാവും. ആരെടുത്ത് ചോദിച്ചാലും സിനിമയിൽ അഭിനയിക്കണം, വേണം എന്ന് ഉള്ളിലെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് വെളിയിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിനിമ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഭയങ്കര ഒരു ഗ്ലോറിഫൈ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ കൊണ്ടാവും എന്നുള്ളൊരു സാധനം തോന്നിയിട്ടില്ല. അപ്പോൾ എന്നാത്താൻ കേസോട് സമയത്ത് കംപ്ലീറ്റ് കാസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും വെച്ചിട്ട് അവർ പ്രീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ഷൂട്ട് ചെയ്യുമ്പോൾ കുഞ്ചാക്കോ ബോബന് പകരം രാജേഷ് മാധവനായിട്ടും ഗായത്രി സുരേഷിന് പകരം വേറൊരു കുട്ടീനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പടത്തിലുണ്ടാവില്ല, പടത്തിൽ അവർ ഒറിജിനൽ ആൾക്കാരെ കൊണ്ടുവരും. പക്ഷെ എന്തോ കാരണവശാൽ ആ കുട്ടിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ രാജേഷ് ചേട്ടൻ, ഞാൻ ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ്, അത് നാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രാജേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്നെ ചിന്നു എന്നാണ് വിളിക്കുക, ഇങ്ങനെ വരാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് പടത്തിൽ എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാ, എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ രാജേഷ് ചേട്ടൻ പറഞ്ഞു, നീ പടത്തിലൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, നീ ഡമ്മിയാണ് അങ്ങനെ പറഞ്ഞു. ഓക്കെ ഒന്ന് ചെയ്തു നോക്കാന്നുള്ള രീതിയിൽ അവിടെ ചെയ്തു. അതും ഗായത്രി സുരേഷിന്റെ ക്യാരക്ടർ അറിയാലോ, തമിഴാ. എനിക്കാണെങ്കിൽ ലാംഗ്വേജ്, ഞാൻ അവിടെ ചെന്നിട്ട് ഈശ്വര എന്താ അത്. പ്രീ ഷൂട്ട് ഫസ്റ്റ് എൻ്റെ ഷോട്ടാണ് പോണത്. ഇത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഷോട്ട്. രതീഷ് ചേട്ടൻ എല്ലാവരും ഉണ്ട്, നമ്മുടെ ഇതിൻ്റെ ലൈൻ പ്രൊഡ്യൂസർ സുധീഷ് ചേട്ടൻ എല്ലാവരും ഉണ്ട്. ആ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇവരൊക്കെ എനിക്ക് പുതിയ ആൾക്കാരാണ്. എനിക്ക് ആകെ അറിയുന്ന രാജേഷ് ചേട്ടന് മാത്രമേ ഉള്ളൂ. രാജേഷ് ചേട്ടനോട് ഈശ്വര ഞാനിത് എന്ത് ചെയ്യുക? അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഞാൻ പടത്തിലില്ലല്ലോ, എനിക്ക് ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ, ഞാൻ ഡമ്മിയാണല്ലോ. അപ്പം എനിക്ക് റീടേക്ക് ഒന്നും പോയാലും കുഴപ്പം, എനിക്ക് റീടേക്ക് പോകേണ്ടി വരില്ല. പക്ഷെ എന്നെ ശരിയാക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ രതീഷ് ചേട്ടനൊക്കെ എനിക്ക് നല്ല പണി തന്നായിരുന്നു. എനിക്ക് ആ ഹോസ്പിറ്റലിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്, എൻ്റെ പട്ടി കടിച്ച ഒരു സീൻ കുഞ്ചാക്കോ ബോബൻ്റെ. അപ്പം നമ്മൾ ഭയങ്കര കരഞ്ഞ് ഇമോഷൻസൊക്കെ കൺവേ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഞാൻ ഇത് പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് പോവാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. എനിക്ക് കരച്ചിലിരുന്നില്ല, എനിക്ക് കരയാറില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം രതീഷ് ചേട്ടൻ എൻ്റെ അടുത്ത് റീടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ രാജേഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്തിനാണ് എനിക്ക് റീടേക്ക് പോകണം, ഞാൻ ഈ പടത്തിലില്ലല്ലോ, എന്തിനാണ് എന്നെ വെച്ചിട്ട്. ഒരു ഉച്ച തൊട്ട് ഒരു 3:30 വരെയൊക്കെ ആ സാധനം പോയി. രതീഷ് ചേട്ടൻ എന്നിട്ട് നീ കരഞ്ഞിട്ട് ഈ സാധനം അവസാനിപ്പിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരത്തിൽ എനിക്കൊരു ക്ലാസ് കിട്ടിയത്. അതൊരു നമുക്ക് അതേ തൊട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടിയത്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം. പിന്നെ രതീഷ് ചേട്ടൻ പറഞ്ഞ പോലെ അത് ചെയ്തിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് മോണിറ്ററിൽ കാണുമ്പോൾ കൊള്ളാലോ സാധനം എന്ന് ഉറക്കാവുന്നുണ്ടല്ലോ എന്നുള്ള. അതിൻ്റെയൊക്കെ ഏഡിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന രഞ്ജിത്തേട്ടനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ട്, അപ്പോൾ അത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല, പക്ഷെ അത് നീ യൂസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാജേഷ് ചേട്ടനും പറഞ്ഞു ട്രൈ ചെയ്യണം സിനിമയിൽ. രാജേഷ് ചേട്ടനാണ് മെയിൻ റീസൺ സിനിമയിലേക്ക് വരാനുള്ളത്. ആഗ്രഹങ്ങളൊക്കെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഒരു ഉറപ്പും ഒരു ശക്തിയൊക്കെ തന്ന രാജേഷ് ചേട്ടൻ തന്നെയാണ്. ഈ സ്ത്രീയും സിനിമയും നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര ഒരു കോൺട്രവേഴ്സ്യലായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പെൺകുട്ടികൾ സിനിമയിലേക്ക് വരുന്നു, അവിടെ സേഫ് ആണോ? അത്തരം ചർച്ചകളൊക്കെ സജീവമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരം വാർത്തകൾ ഭയങ്കര ട്രെൻഡിങ് ആവാറുണ്ട്, ബ്രേക്കിംഗ് ആവാറൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം വീട്ടിൽ പറയുമ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു സമീപനം എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ തന്നെ തീരുമാനിക്കുന്ന ഒരാളാണ്. അതിപ്പോൾ ഞാൻ മാരീഡാണ്, ഹസ്ബൻഡ് വിദേശത്താണ്. അപ്പോൾ ആള് എൻ്റെ ഒരു ഹസ്ബൻഡ് എന്നുള്ളൊരു പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ സൊസൈറ്റിയിലുള്ള ഒരു സാധനം, അതില്ല ഞങ്ങളുടെ ഇടയിൽ. ഈ പറഞ്ഞിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഇത് ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ സിനിമ ഒക്കെ ചെയ്തു തുടങ്ങും, അത് മറ്റേതായിരിക്കും എന്നുള്ളൊരു സാധനം ഞാൻ കേൾക്കുന്നില്ല എന്നൊന്നുമല്ല, ആൾക്കാർ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അതൊന്നും മാറാനൊന്നും പോകുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കാര്യം നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം നമുക്കിതിൽ ചെയ്യാനുള്ളൂ. ആൾക്കാരെ മാറ്റിമറിക്കാൻ അതൊന്നും പറ്റുന്നില്ല. അവഹിത സിനിമയുടെ റെസ്പോൺസ് വന്നപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞെന്താ, നമ്മളിവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഓഫീസിൽ വന്നിങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് നിർമ്മല ചേച്ചി അല്ലാന്നറിയായിരുന്നു, പിന്നെ ആരാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കാര്യം. അപ്പോൾ എന്നോട് എൻ്റെ ഓഫീസിലൊരു ചേട്ടൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് മലയാളിയുടെ പൊതുവാണ്, അതാണ് സിനിമയിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആരാണ് അപ്പുറത്ത് എന്ന് അറിയാനുള്ളതാണ്. അതെ അതെ. അങ്ങനെ ആളുകൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നു? അവിഹിതം എനിക്ക് പേഴ്സണലി എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ
ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അവർക്കൊക്കെ ആദ്യമേ അത് ഞാനാണെന്നുള്ള എൻ്റെ ഷാഡോ കണ്ടു കഴിഞ്ഞാൽ എന്നെ അറിയുന്നവർക്ക് അത് ഞാനാണെന്ന് മനസ്സിലാവും. അല്ലാത്ത ആൾക്കാരൊക്കെ അത് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു വർക്കായിട്ടില്ല പടം. അവർ ജെനുവിനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്താണ് അതിലുള്ളത്, ഒന്നുമില്ല, പിന്നെ നിന്റെ പെർഫോമൻസ് കൊള്ളാം അത് പറയേ. ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് ബേസ് നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ആൾക്കാരിങ്ങനെ സംസാരിച്ചു സിനിമയെ കുറിച്ച്, ഒരു സീരിയല് കാണാൻ സമ്മതിക്കാത്തതിൻ്റെ റീസൺ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ, എന്താണ് ഇത്ര ക്ലീശ ആയിട്ടുള്ള ഒരു പരിപാടി എന്നൊക്കെയുള്ള. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, അതായത് അവിഹിതത്തിന് പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ സീരിയൽ കാണാൻ സമ്മതിക്കാതെ, വീടിന് വെളിയിൽ ഇറങ്ങാൻ വിടാതെ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും. ഞാൻ അടുത്ത് ചോദിക്കാൻ വെച്ചതും അത് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ കാണാൻ വിട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായിരുന്നു അതിനകത്തെ ഹൈലൈറ്റ് ഒരു. അതെ, അത് തന്നെയാണ് ഇപ്പൊ റീൽസിലൊക്കെ ഇങ്ങനെ ചർച്ചയായിക്കോട്ട് ഇങ്ങനെ പോണത്. റീൽസൊക്കെ കുറെ അതിന്റെ ഞാൻ കമന്റ് എടുത്ത് വായിച്ചു നോക്കും, രസമല്ലേ അതൊക്കെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു സീരിയൽ കാണാൻ വിടാൻ. ഞാനിട്ട പോസ്റ്റിനും എനിക്ക് കമന്റ് വന്നിട്ടുണ്ട്, എന്നാലും നീ സീരിയൽ കാണാൻ വിടാഞ്ഞിട്ടല്ലേ നീ അവന്റെ കൂടെ പോയത് എന്നുള്ളത്. പക്ഷെ ബാക്കി ഞാൻ അതിന് കുറച്ച് റീസൺസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആർക്കും ആവശ്യമില്ല. അതൊന്നും ആർക്കും എന്തുകൊണ്ടാണ് നമ്മളെ കെയർ ചെയ്യാത്തത് കൊണ്ടോ ഞാനതിൽ പറയുന്നുണ്ട്. എന്നാലും എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മഹേഷേട്ടന് പറ്റിയിട്ടുണ്ടോ എന്ന് ആ ക്യാരക്ടറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും ആർക്കും വിഷയമല്ല. ഈ സീരിയലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ആൾക്കാർ കയറി കൊളുത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ട്, ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, കുറച്ച് സ്ത്രീ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് തന്നെ അതിൻ്റെ വലിയൊരു ഉദാഹരണമല്ലേ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴും എന്നുള്ളത്. ആ സിനിമ വിജയിച്ചു എന്ന് പറയുന്നത് അത്തരം സ്ത്രീകൾ നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. അതെ, അവർക്കിപ്പോൾ ഈ ലൈഫിൽ റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ റീൽസിലൊക്കെ വരുന്ന മെസ്സേജ് കാണുമ്പോൾ നമുക്ക് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാം, അവരതിലുള്ള ഒരാളാണ് എന്നുള്ളൊരു സാധനം. ഇപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്, ഇരയാക്കപ്പെടുന്ന സ്ത്രീകളോട് സമൂഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നമ്മളത് കാണുന്നുണ്ട്. ഈ സിനിമയിലാണെങ്കിലും ഇരയാക്കപ്പെടുന്ന സ്ത്രീയോട് ആ സമൂഹവും ചുറ്റുമുള്ള പുരുഷന്മാരും എടുക്കുന്ന ഒരു സമീപനമുണ്ട്. അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്ന സ്ത്രീ ആരാണ്, പുരുഷനെ അല്ല അവർക്ക് നാണം കെടുത്തേണ്ടത്. അല്ലെങ്കിൽ ഒരു നിമിഷം ഇരുന്ന് പറഞ്ഞ് നിർമ്മലനോടൊന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമാണ് ആ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിരുന്ന് അവർ സംസാരിക്കുന്നത്. ഇപ്പം സ്ത്രീയും അവിഹിതവും ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ, നമ്മൾ സിനിമയിൽ പ്രസ് മീറ്റിൻ്റെ സമയത്ത് ഒരു പ്രസ്, ആരാണെന്ന് എനിക്കറിയില്ല, ആളിങ്ങനെ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, ഇത് വെടി ആയിട്ടുള്ള ഒരു പെട്ടിൻ്റെ കഥയല്ലേ എന്നുള്ളൊരു സാധനം. ഞങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് തന്നെയാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, അവിഹിതം ഒരാൺ ഗ്രൂപ്പിൽ ചെന്നിട്ട് അവിടെ സംസാരിക്കുമ്പോൾ, എടാ ഞാൻ അവളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാവും, ഭയങ്കര ഗംഭീരമായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ നേരെ മറിച്ച് ഒരു പെണ്ണ് വരുമ്പോഴത്തേക്ക് അത് വെടിയാകുന്നു, വേശ്യയാകുന്നു എന്നുള്ളൊരു സാധനത്തിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ട് ആണിനും പെണ്ണിനും വേറെ വേറെ ഒരു ഇത് കാണുന്നത്, സൊസൈറ്റി കാണുന്നത് എന്നുള്ളൊരു ഇതാണ് നമ്മൾ സിനിമയിൽ സംസാരിക്കുന്നത് തന്നെ. രണ്ടുപേരും ഒരു കാര്യമാണ് ചെയ്യുന്നത്, അപ്പം രണ്ടുപേരും തുല്യമായിട്ട്, അത് തെറ്റായാലും ശരിയായാലും അവർക്ക് റിസൾട്ട് കിട്ടേണ്ടത് തുല്യമായിട്ടല്ലേ, അല്ലാതെ ആണിൻ്റെ ഒരു മേൽക്കോയ്മ പെണ്ണിന് അതിനെ അടിച്ചമർത്തുന്നു എന്നുള്ളൊരു സാധനമല്ലല്ലോ അതിൽ കിട്ടേണ്ടത്. അതാണ് ആ സിനിമ പറയുന്നത്. രണ്ടുപേരും ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ എടുക്കാണ്ട് ഒരു രീതിയിൽ തന്നെ കാണണം. നമുക്ക് ആ സിനിമയിലുള്ള പുരുഷന്മാരോട് മൊത്തത്തിലൊരു ദേഷ്യവും തോന്നും, അവരെടുക്കുന്ന ഒരു സമീപനവും. പക്ഷെ അതേസമയം സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളോട് നമുക്കൊരു സ്നേഹവും തോന്നും. ചേർത്ത് പിടിക്കുന്ന അമ്മായിമ്മയൊക്കെ ഭയങ്കര ഒരു ഉദാഹരണമാണ്. നമ്മളിപ്പം കാണുന്നതാണ്, അമ്മായിമ്മ മരുമകൾ ബന്ധം വഷളാവുന്നു, കുടുംബം തകരുന്നു. അവിടെയാണ് ആര് കൈവിട്ടാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ ചേർത്ത് പിടിക്കുന്ന ഒരു സീനും, സ്ത്രീകളുടെ ഒരു പെങ്ങളൊഴികെ ബാക്കി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ടല്ലോ ആ സീനിൽ. അപ്പൊ പുരുഷന്മാര് ഒരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, സ്ത്രീകൾ എങ്ങനെ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് ആ സിനിമയിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ആ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പെണ്ണുങ്ങളുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം എന്നുള്ളത്. ആ ഒരു പ്രസ്താവനയോട് അല്ലെങ്കിൽ ആ വാക്കിനോട് യോജിക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും ഉള്ള ഒരു സാധനമാണ് ഈ പാട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അത് എത്രത്തോളം പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് അതിൽ നിന്ന് ഊരി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ മാരീഡാണ്, പക്ഷെ ആ ഒരു ഹസ്ബൻഡ് വൈഫ് ആ പരിപാടി ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് പറയാനുള്ള കാരണം അതാ. എനിക്ക് ഇപ്പോഴും ബാക്കിയുള്ളവരെ ഇങ്ങനെയാണല്ലേ എന്ന് അവർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈവൻ ഞാൻ ചിലപ്പോൾ ആ ഒരു
പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഈ ഹസ്ബൻഡിന്റെ അടുത്ത് അനുവാദം ചോദിച്ച് പടത്തിൽ തന്നെ ഇറങ്ങുന്നത്, സാരി ഉടുത്ത് എന്തിനാ നല്ല സാരി ഉടുത്തിട്ട് ഇറങ്ങുന്നത് എന്നുള്ള ഒരു സാധനം ആരെ കാണിക്കാനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നമുക്ക് ഇടയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യവശാൽ എനിക്ക് അങ്ങനെയുള്ളൊരു വഴിയിലൂടെ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല ഇതുവരെ. പോകാൻ അങ്ങനെ ഒരു ഇടവരുത്തുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരു ഹസ്ബൻഡിനെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് നമ്മളായിട്ട് മാറി നിൽക്കുക എന്നുള്ളത് അത്രേ ചെയ്യാനുള്ളൂ. അല്ലാതെ ഇതിങ്ങനെയല്ല. ഇത് എത്ര കാലമായി പറയുന്നു ഈക്വൽ പരിപാടി വേണം എന്നുള്ളത്. പരിഗണിക്കണം ആൾക്കാരെ. ഞാനങ്ങനെ ഈക്വലായിട്ട് പരിഗണിക്കണം എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് മനുഷ്യരായിട്ട് പരിഗണിക്കുക, അത്രമാത്രമേ എനിക്ക് തോന്നുള്ളൂ. ആണായാലും പെണ്ണായി കഴിഞ്ഞാലും അവരെ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അതിൻ്റെ വാല്യൂ കൊടുത്ത് റെസ്പെക്റ്റ് കൊടുത്ത് നമുക്ക് ചുറ്റുമുള്ളവരെ പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും തോന്നുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ആളാവുമ്പം പങ്കാളിയുടെ പിന്തുണ എന്തുകൊണ്ടും അത്യാവശ്യമാണ്. കാരണം തെറ്റിദ്ധരിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ നമുക്കൊരു ടൈം പീരീഡിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പം രാവിലെ പോയി വൈകുന്നേരം വരുന്ന ജോലി ഒന്നും ആയിരിക്കില്ല. ഷൂട്ടിംഗ് രാത്രി ഉണ്ടാവാം, വെളുപ്പിന് ഉണ്ടാവാം. അപ്പം ആ ഒരു വ്യക്തിക്ക് ഇതാണ് തൻ്റെ പാഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ഒപ്പം നടക്കുകയും ചെയ്യുന്നത് കൊണ്ട് കൂടിയല്ലേ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി ഇങ്ങനെ ഒരു സക്സസിൽ വന്നിരിക്കാനും കൂടെ പറ്റുന്നത്. ഉറപ്പായിട്ടും. ഇപ്പം എൻ്റെ കാര്യം തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, എനിക്ക് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈവൻ ഈ എന്നാത്താം കേസോടിൻ്റെ ഡമ്മി ആയിട്ട് ഞാൻ ചെയ്യുമ്പോഴും അപ്പം തൊട്ട് തുടങ്ങി എനിക്ക് ഓക്കെ വെച്ചാൽ ക്യാമറ ഫിയർ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു പരിപാടി ഉണ്ടാവും അത്, പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്ക് ഇങ്ങനെ മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് ആണ് പറഞ്ഞത് നീ ട്രൈ ചെയ്യണം. ഓരോരോ ഓഡീഷനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് റീൽസൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്യും, അയക്ക് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയും, പോകണം, എൻ്റെ കൂടെ കൂട്ടുവരും. നാട്ടിലുണ്ടാകുന്ന സമയത്ത് ആളിപ്പം 2 വർഷമായിട്ട് പുറത്താണ്, അല്ലാത്ത സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയും ട്രൈ ചെയ്യണം. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല എൻ്റെ 7ാമത്തെ സിനിമയാണ് വിഹിതം. അപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്യുമ്പോഴിങ്ങനെ നമ്മൾ സംസാരിക്കുമല്ലോ, ആയിട്ടില്ല. നമുക്ക് ഈ ഫേസ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നുമായിട്ടുള്ള ഓരോരോ പടം ഇറങ്ങുമ്പോഴും നമ്മൾ ഹോപ്പ് എടുക്കും എന്താണെന്നുള്ള സാധനം. പക്ഷേ ഒന്നും ആവാത്ത സമയത്ത് എൻ്റെ അടുത്ത് പറയും ഇല്ല വരും, അടുത്തത് സെറ്റാക്കാം എന്നുള്ളൊരു സാധനം എൻ്റെ അടുത്ത് സംസാരിക്കും. അത് ഒരു ഭയങ്കര സപ്പോർട്ടാണത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റി നിർത്തലുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? മാറ്റി നിർത്തൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ബോഡി ഷെയ്മിങ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ അവിഹിതം കഴിഞ്ഞ് പിന്നെ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ട് എനിക്ക് 4ാമത്തെ ദിവസം ഞാൻ ഇറങ്ങി വന്നു സെറ്റിൽ നിന്ന്. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. എല്ലാം സഹിച്ച് നിൽക്കണ ഒരു പരിപാടി എനിക്കില്ല. പറയാനുണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാം. അത് അവർക്ക് എത്ര ഞാനൊന്നും നോക്കില്ല എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര വലിയ ആളാണ് അല്ലെങ്കിൽ എന്ത് സ്ഥാനത്തിരിക്കുന്ന ആളാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് ഞാൻ ക്ലിയർ ചെയ്യും. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ഞാൻ നോക്കി മാക്സിമം. അതിൻ്റെ റൈറ്റർ ഞാനായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആളൊരു പാവ മനുഷ്യനായിരുന്നു. ആളുടെ ഒരു ഇതിലാണ് ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ തന്നെ പോയത്. പക്ഷെ ആ പടം കിട്ടിയിട്ട് എനിക്ക് സെയിം ഉള്ള പെണ്ണ് കേസ് ഞാൻ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സാധനം എനിക്ക് പോയായിരുന്നു. 2 ഒരേ ഡേറ്റ് ക്ലാഷ് ആയപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്തില്ല. അതായത് വാക്കാൽ പറഞ്ഞില്ലേ എന്നുള്ള ഒരു ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് കമ്മിറ്റ് ചെയ്തു. പക്ഷെ അത് പൊട്ടത്തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. വാക്കിലൊന്നും ഇല്ല കാര്യമില്ല എന്നുള്ളൊരു സാധനം എനിക്ക് പഠിച്ചു വരുന്നില്ലുള്ളൂ, തുടങ്ങിയതല്ലുള്ളൂ. ശരിയായിക്കോളും. വിജിഷയ്ക്ക് ഇപ്പം എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ കൃത്യമായി പറഞ്ഞ് ചില ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ട് ഇത് ആർജിച്ചെടുത്തതാണ്, അതൊരു വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു പ്രോസസ്സിൽ ഇതിങ്ങനെ സംഭവിച്ചതാണ്? ചെറുപ്പം തൊട്ടുള്ളതാ. ഞാൻ വളർന്നിട്ടുള്ളത്, ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അമ്മയ്ക്ക് അസുഖമായിട്ട് മരിച്ചതാണ്. അപ്പം അതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് അസുഖം എന്നുള്ള കാരണത്താൽ അച്ഛൻ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി വേറെ കല്യാണമൊക്കെ കഴിച്ച് ആൾ വേറെ സ്ഥലത്ത് സെറ്റിൽഡായി. ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വളർന്നത് അമ്മൂമ്മ ഉണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഏരിയയിലൊക്കെ വളർന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ന് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ചില ആൾക്കാരൊക്കെ പറയില്ല നമുക്ക് ഈ ചൈൽഡ്ഹുഡിലേക്ക് പോകാനുള്ള ഒരു പരിപാടി ഉണ്ട്, അത് ഭയങ്കര മിസ്സിങ് ആണെന്ന്. ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് ചൈൽഡ്ഹുഡിലേക്ക് പോകണമെന്ന്. ആ സമയത്ത് തൊട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ബിൽഡായിട്ടുള്ളത്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ അമ്മമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും അമ്മമ്മ ഒന്നുമില്ല. നമ്മുടെ അച്ഛനമ്മയുടെ അടുത്ത് നമുക്ക് എന്തും പറയാം, നമ്മുടെ കാര്യം
സംസാരിക്കാം, നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം എന്നുള്ള ഒരു സമയത്ത് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. 2ാം ക്ലാസ് പഠിക്കുമ്പോൾ വെച്ചാൽ ഞാൻ തീരെ കുട്ടിയല്ലേ, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ നടക്കണ എന്തെങ്കിലും വിഷയം ആരടുത്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അവരെന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, അത് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ആ ഒരു സിസ്റ്റം ഞാൻ മനസ്സിലാക്കി. എനിക്ക് ആരുമില്ല, എൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ വേണം എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ തന്നെ അങ്ങ് സംസാരിച്ചു തുടങ്ങി. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര തർക്കുത്തരം പറയണ ഒരു പരിപാടി, തന്റേടി എന്നുള്ള ഒരു സാധനം, ആ പേരൊക്കെ എനിക്കുണ്ട്. എനിക്ക് ഇപ്പോഴും തോന്നുന്നു എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ഇപ്പോഴും ആ സാധനം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വളർന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ഒന്നും നോക്കില്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വേറെ ആരും സംസാരിക്കാനില്ല എന്നുള്ളൊരു ബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചില റീൽസിലൊക്കെ കോഡ്സൊക്കെ കാണും, അങ്ങനെ നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ളൊരു സാധനം. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നത് എഴുത്ത് മാത്രമല്ല, എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ പ്രതികരിക്കും, ഞാൻ സംസാരിക്കും, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരും. ഈ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടോ? അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്? അതോ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണോ മുന്നോട്ട് ഇങ്ങനെ പോകുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും നമുക്ക് ട്രിഗർ ആവുമ്പോൾ നമ്മൾ പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. പൊട്ടിയിട്ടൊക്കെ പോകാറുണ്ട്, ഇഷ്ടംപോലെ തവണ പൊട്ടിയിട്ട്. ഈ ഹീലിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത് നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഹീലിങ്ങിനെ കുറിച്ചിട്ടൊക്കെ. ഇപ്പോഴും എനിക്ക് എൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ ട്രോമാസ് കാരണം ഉണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനത് എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാനത് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് അത് അത്രത്തോളം ഉൾക്കൊള്ളാൻ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഞാൻ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വേറൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ അടങ്ങിത്തീരും എന്നുള്ളൊരു സാധനത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സ്, സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവളുടെ അടുത്ത് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാധനമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല, ഞാൻ ഇങ്ങനെയല്ല, യഥാർത്ഥം ഞാൻ ഇവിടെ അല്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, സലിംകുമാർ പറഞ്ഞ പോലെ. അത് ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഭയങ്കര ആക്ടറാണ് എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നാറുണ്ട്. ഞാനത് ഫേക്ക് ചെയ്യുന്നതാണ് ആക്ച്വലി, വേറെ വഴിയില്ല. നമുക്ക് മാസ്ക് ഇടുകയാണ്. അതെ, നമ്മൾ അങ്ങനെയാണെന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ആൾക്കാർ കുറയും, നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന പ്രശ്നങ്ങൾ കുറയും. അതിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പ് എന്നുള്ള രീതിയിലുള്ളൊരു മാസ്ക് ഇടൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു. എല്ലാവരും ആ ബോൾഡ് എന്നുള്ള സാധനം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നുന്ന കാര്യം ഒരു മാസ്ക് ആണെന്ന് തോന്നുന്നു. എനിക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. ശരിക്കും പാവാണെന്ന് തോന്നി. ഞാൻ വളരെ പാവാണ്. ഞാൻ ചില സമയങ്ങളിൽ ഞാൻ ഇത്രയും പാവാണോ എന്നുള്ള ഒരു സാധനം എനിക്ക് ഭയങ്കരത്തിൽ തോന്നിയിട്ടുണ്ട്. സൗഹൃദങ്ങളെയൊക്കെ ആഘോഷിക്കുന്ന ഒരാളാണോ? ഒത്തിരി സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് ഭയങ്കര കുറച്ച് സൗഹൃദങ്ങളേ ഉള്ളൂ. എനിക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. വെച്ചാൽ ആൾക്കാരുണ്ട്, പരിചയക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ കാണുന്നവരുടെ അടുത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരത്തിൽ സംസാരിക്കുന്ന ആളാണ്. ഇങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു പരിപാടി അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷെ അതെനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നിടത്ത് മാത്രം. എല്ലാവരുടെ അടുത്തും അങ്ങനെ ചാടിക്കറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ലല്ലോ. പക്ഷെ നമുക്ക് എൻ്റെ എല്ലാ വിഷയങ്ങളും അറിയുന്ന, അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരു 4-5 പേര് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മൾ പെൺകുട്ടികൾക്കൊരു ഈ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് 25-ന് ശേഷം നമ്മൾക്ക് ലൈഫിലേക്ക് വരുന്ന സൗഹൃദങ്ങൾ കുറവായിരിക്കുകയും നമ്മൾ അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുന്ന വിരലിൽ ഉണ്ടാവുന്ന ആളുകളിലേക്ക് നമ്മൾ ഒതുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ആണോ? അതോ ചെറുപ്പം മുതൽ സൗഹൃദങ്ങൾ കുറവാണ്? ഇല്ല, ഈ പറഞ്ഞതുപോലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞതുണ്ട്. പക്ഷെ നമ്മുടെ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിചയക്കാരുണ്ട് എന്ന് നമുക്ക് പറയാം. പരിചയക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് പരിചയക്കാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള 25 വയസ്സിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ആക്ച്വലി. ഈവൻ 25-ന് ഇപ്പം റീസെൻ്റ് ആയിട്ട് വളരെ അടുത്ത സുഹൃത്ത് പോലും അവരുടെ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ ഒരു സൗഹൃദം ഉപേക്ഷിച്ച് ഇറങ്ങി പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ. വരുന്നവർ വരട്ടെ, പോകുന്നവർ പോട്ടെ, നമ്മളൊന്നിനും കമ്പൽ ചെയ്യരുതല്ലോ. ആൾക്കാരുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ അടുത്ത് നിൽക്കണം. ചിലവർക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഞാൻ ഭയങ്കര റോ ആവുന്ന സമയത്ത് അങ്ങനെയും കരുതാലോ. ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് അവരെന്തുകൊണ്ട് പോയി നമ്മുടെ അടുത്ത്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമാവുന്നില്ലേ, അല്ലെങ്കിൽ അവരെന്തേ എന്നുള്ള അവരെ നമ്മൾ കുറ്റപ്പെടുത്തും, ഇറങ്ങി പോകുന്ന ആൾക്കാരെ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ചില സമയത്ത് എന്നെ തീരെ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ്. അതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും
എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം. ആസ് എ പേഴ്സൺ നമ്മളെല്ലാരും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ. ആ ഇറങ്ങിപ്പോക്കുകൾ ചിലപ്പോൾ വേദനിപ്പിക്കാറുമില്ല. ഉറപ്പായിട്ടും. അപ്പൊ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഇത് തന്നെ. ഞാൻ താമസിക്കുന്നത് ഒറ്റയ്ക്കാ. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാത്. എനിക്ക് ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ഞാനൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര പ്രശ്നം കേട്ടോ. ഞാൻ കരയണ എൻ്റെ വീട്ടുകാരൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഞാൻ കരയുന്നവർക്ക് ഭയങ്കര എന്താ കുട്ടിക്ക് പറ്റിയെന്നുള്ള ആ സാധനമായിരിക്കും. അവൾ അങ്ങനെ കരയില്ലല്ലോ. ആക്ച്വലി ഞാൻ സ്ഥിരം കരയണ ആളാണ്. ഡെയിലി കരയണ ആളാണ്. എനിക്ക് ഓരോരോ സങ്കടം വരുമ്പോഴും ഞാൻ കരഞ്ഞു തീർക്കുന്ന, ആരും അറിയാണ്ട് നമ്മുടെ ഒരു സ്പേസിൽ നമ്മൾ കരഞ്ഞു തീർക്കുക എന്നുള്ളത്. ഇതേപോലെ ഈ ഇറങ്ങിപ്പോക്കും നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇറങ്ങിപ്പോവാനാണ് തോന്നുന്നതെങ്കിൽ അത് പോവാ. നമുക്ക് സങ്കടപ്പെട്ട് തന്നെ തീർക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്, വലിയൊരു കാര്യമാണ്. അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുഖം തിരിച്ചറിയുക, നമ്മളെ തിരിച്ചറിയുക. ഒരു സിനിമയിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയണം, നല്ല അവസരങ്ങൾ കിട്ടണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരു വലിയ സ്വപ്നമായിരിക്കും. ഇതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ട്. ചിലർ പറയാറുണ്ട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് നല്ലൊരു കഥാപാത്രം കിട്ടിയത് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് കടന്നു പോകുന്ന ഒരു സംഘർഷങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിൽ തന്നെ തുടരണോ, ഈ വേറെ എന്തെങ്കിലും നോക്കണോ എന്നൊക്കെയുള്ള, എങ്ങനെയാണ് ഇത്തരം സംഘർഷങ്ങളെയും ഇത്തരം ചിന്തകളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്? ആക്ച്വലി ഇപ്പം ഞാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം ഇൻഡസ്ട്രിയിൽ കോണ്ടാക്ട്സ് ഉണ്ട് ആൾക്കാരുമായിട്ട്. ഇല്ല എന്ന് പറയാം, ഇങ്ങനെ തീരെ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അത് വെച്ചിട്ട് എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ പരിചയക്കാർ ഒത്തിരി ഉണ്ട്. പക്ഷെ എനിക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പരിപാടി ഇല്ല. ഞാൻ വിചാരിക്കണ കാര്യം അത് തെറ്റായിരിക്കാം. ഞാൻ വിചാരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അവസരം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണല്ലോ ചോദിച്ചത്, പിന്നെ അവർ ചിലപ്പോൾ നമ്മളെടുത്ത് ആ ഒരു മൈൻഡ് വെച്ചില്ലല്ലോ എന്നുള്ള ഒരു സാധനം. ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഇവരെന്തേലൊക്കെ ആവശ്യത്തിന് നമ്മുടെ മൈൻഡ് ഓർമ്മയുണ്ടാവും. ആ സമയത്ത് നമ്മുടെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നൊക്കെ. പിന്നെ നമ്മുടെ കൂടെ ഈ പടത്തിൽ അഭിനയിച്ച കുറേ ചേട്ടന്മാരൊക്കെ പറഞ്ഞതൊന്നുമല്ല, നമ്മൾ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം, ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച ഒരു പടത്തിലെ ഹീറോ ആയിട്ട് അഭിനയിച്ച ആള് വർഷങ്ങളായിട്ട് ഇതിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല കിടിലൻ ആർട്ടിസ്റ്റ് ആൾക്കും ഇതുപോലെ അവസരം കുറവാണ്. അപ്പോൾ ആള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ആളും എല്ലാവർക്കും മെസ്സേജ് അയക്കും, ഇങ്ങനെ ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കും. ഇപ്പം ഞാനും ഏകദേശം എല്ലാവർക്കും മെസ്സേജ് തുടങ്ങി. ആൾക്കാർക്കൊക്കെ ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വളഞ്ഞൊന്നും പിടിക്കില്ല. ഞാൻ ഹലോ ഹായ്, ഞാൻ വിജിഷ, ഞാൻ ഈ പടം ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിഹിതം ചെയ്തു എന്നുള്ളൊരു അത് വലിയൊരു കോൺഫിഡൻസ് ആട്ടോ. നമുക്ക് പറയാനുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും. അത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറയും കൂടുതലൊന്നുമില്ല, അടുത്ത പടത്തിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, ആ സാധനം ഞാൻ ചോദിക്കും. അതെ, ചേട്ടാ ചായ കുടിച്ചോ, ചോറ് ഉണ്ടോ, അതൊന്നുമില്ല പരിപാടി. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇഷ്ടമാണ് ആൾക്കാർക്ക് അങ്ങനെ ചോദിക്കുന്നത്. ഈവൻ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഉള്ള ആൾക്കാർ പോലും എൻ്റെ അടുത്ത് ചിരിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ട്, കൊള്ളാലോ താന്ന് പറഞ്ഞു. ആ ഒരു പരിപാടി ഞാനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനിപ്പോൾ അത്യാവശ്യം വർക്ക് കിട്ടുവാണെങ്കിൽ, ദൈവം സഹായിച്ച് വർക്ക് കിട്ടുവാണെങ്കിൽ ഞാനിങ്ങനെ ഓരോരോ ഇതിൽ സെറ്റിലേക്ക് പോവുമല്ലോ പുതിയ ആൾക്കാർ, അവർക്കൊക്കെ ഞാൻ മെസ്സേജ് ഞാൻ അവരുടെ അടുത്ത് പറയും, എടുത്ത് നോക്കുവോ, ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം DM-ലുണ്ട്. കളി എന്നോട്. നമുക്ക് മമ്മൂട്ടി ചോദിക്കുന്നുണ്ട് അവസരം. പിന്നെ ഇന്നലെ വന്ന ഞാൻ ചോദിച്ച കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊക്കെ പറയാറില്ലേ, കരഞ്ഞവർക്ക് പോലും പാല് കിട്ടുന്നില്ല. അപ്പം നമ്മളതിപ്പം കരയെങ്കിലും വേണ്ടേ, ഏതെങ്കിലും വഴിക്ക് കുറച്ച് പാല് കിട്ടി ആരെങ്കിലും കുറച്ചൊന്ന് തരുമോ? എപ്പോഴെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ട് ആളുകൾ അവോയ്ഡ് ചെയ്യുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഓക്വേർഡ് മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും അതില്ലാണ്ടിരിക്കുമോ? അല്ല, പിന്നെ അവര് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഞാനിങ്ങനെ അവിഹിതം ഇറങ്ങണതിന് മുന്നേ ഒക്കെ, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ആളുടെ അടുത്ത് ഒരു പ്രശസ്ത ഡയറക്ടറാണ്, ആളുടെ അടുത്ത് ഞാനിങ്ങനെ അടുത്ത പടം അനൗൺസ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് ഞാൻ വിജിഷയാണ്, ഞാൻ ഇത്ര പടം അഭിനയിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അടുത്ത പടത്തിൽ പരിപാടി ഉണ്ടോ? ഇല്ല. ഇന്നോ? ഞാൻ ഓക്കെ, താങ്ക് യു. അതാണ് ഓക്കെ, നമ്മളത് അതുവഴി വിട്ട്. പിന്നെ ആള് അവിഹിതം കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു,
പിന്നെ ഇപ്പൊ സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പടം അടുത്ത് ഓണാകുമ്പോൾ നമുക്ക് പരിഗണിക്കാം എന്നുള്ള രീതിയിലൊക്കെ അത് വന്നിട്ടുണ്ട്. റിജക്ഷൻ ഒക്കെ വരും, അതങ്ങനെ കണ്ടാൽ മതി. റിജക്ഷൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ആളുകൾക്ക് റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഭയങ്കരത്തിൽ റിജക്റ്റ് ചെയ്തിട്ട് വളർന്നിട്ടുള്ള ആൾ. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പോയടത്തുനിന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്കിതൊരു വിഷയമേ അല്ല. നമ്മളെ ഇപ്പൊ ഇങ്ങനെ ചിരിച്ചിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ കരഞ്ഞു തീർത്ത കാര്യങ്ങളായിരിക്കും. പിന്നെ അത് ഉറപ്പായിട്ടും വെച്ചാൽ നമ്മള് അങ്ങനെയാണല്ലോ, എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സമയത്ത് നമ്മള് കരഞ്ഞിട്ട് എന്നല്ല, ചിലപ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടായിരിക്കും, ഭയങ്കര പേടിച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുള്ളത് പിന്നീട് നമുക്ക് ഓർത്ത് ചിരിക്കാനുള്ള ഒരു കാര്യങ്ങളായിട്ട് മാറിയിട്ടില്ല. എനിക്കൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് എത്രത്തോളം വേദനിച്ചിട്ടാണ് ആ സാധനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ അത് മറികടന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ ചിരിച്ചു പറയുന്നേ. അതൊക്കെ അത്രേ ഉള്ളൂ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചിരിക്കുക. അവിഹിത സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കഥാപാത്രത്തെ കുറിച്ച് ടീം ക്രൂ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? കഥാപാത്രം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം വൃന്ദ മേനോനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഒന്നും നേരത്തെ തരില്ല, നമ്മൾ സ്പോട്ടിൽ കിട്ടുന്നു, നമ്മൾ വായിക്കുന്നു, നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. അത് കുറച്ചും കൂടി ഈസി ആക്കുവാണോ, ബുദ്ധിമുട്ടാണോ അത്തരം സന്ദർഭങ്ങൾ നമുക്ക് തോന്നുക? അതുപോലെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തത്തിലുള്ള ആളുകളുടെ റെസ്പോൺസ്, ഈ വിജിഷേനെ സ്ക്രീനിൽ കാണുമ്പോൾ വിജിഷയ്ക്ക് എന്തായിരുന്നു തോന്നിയത്? സ്ക്രിപ്റ്റ് തരിക എന്നുള്ളത് ഇപ്പോൾ നമ്മളെപ്പോലെ ഇപ്പോൾ വളർന്നു വരുന്ന, അതായത് പുതിയ ആൾക്കാർക്ക് ആരും സ്ക്രിപ്റ്റ് ഒന്നും കൊടുക്കുകയൊന്നുമില്ല. അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ 7ാമത്തെ സിനിമേൻ്റെ എനിക്കിതിന് ഒരു സ്ക്രിപ്റ്റ് ഒന്നും തന്നിട്ടൊന്നുമില്ല. ഈ 7 സിനിമയിലും എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് വിഷയം എന്നുള്ള കാര്യമൊന്നുമല്ല. അവിടെ ചെന്നിട്ട് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ, കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു സാധനമാണ്. പിന്നെ ക്യാരക്ടർ, എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് എനിക്ക് ഓഡീഷൻ കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് സുധീഷ് ഏട്ടൻ, ലൈൻ പ്രൊഡ്യൂസർ സുധീഷ് ഏട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് ക്യാരക്ടർ എന്നുള്ളത്, നിനക്കാണ് അവിഹിതം എന്നുള്ളൊരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ ആർക്കും അറിയില്ല, ബാക്കിയുള്ള കാസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആരും അറിയില്ല. അപ്പം നമ്മുടെ ഷൂട്ട് തുടങ്ങിയ ആ ഡേ നൈറ്റിൽ സെൻസാർ എല്ലാവരെയും വിളിച്ച് റൗണ്ടിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു. ഇങ്ങനെ ഒരു അവിഹിതം നടക്കുന്നുണ്ട്, ആ അവിഹിതം നമ്മൾ കണ്ടുപിടിക്കുന്നു, അതാണ് സിനിമ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളാണ്, പക്ഷെ അത് ആരും അറിയില്ല. അപ്പോൾ സാറ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിജിഷയാണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം. അപ്പോഴാണ് എല്ലാവർക്കും ആരാണെന്നുള്ളൊരു കാര്യം. പിന്നെ സെറ്റിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ഒക്കെയുള്ളൊരു പരിപാടി, മതിൽ ചടിയോ ആ സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ക്ലൈമാക്സ് സീൻ ഫസ്റ്റാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ സെറ്റിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുല്ലൊക്കെ പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെയുള്ളൊരു സീനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും വന്ന് എന്നെ എനിക്ക് ഷെയ്ക്കാൻ്റെയൊക്കെ തന്ന്, അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരത്തിൽ ടെൻഷനായിട്ട് നിൽക്കുക, ഇത് എങ്ങനെയാണ് വർക്കാവുക. സാറ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് അത് ഓവർ ആവരുത്, പക്ഷെ ആ ഇമോഷൻസ് ഒക്കെ കിട്ടണം. ഇതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിജിഷ ചെയ്യാൻ പോകുന്നത്. മാക്സിമം പെർഫോമൻസ് വരണം എനിക്ക് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഒരുപാട് ടേക്കും പോയില്ല, ഒറ്റ ടേക്കിൽ ഓക്കെ ആയിരുന്നു ആ സാധനം. അത്രയും പേരുടെ ക്ലോസ് കിട്ടുന്നത് ഒറ്റ ടേക്കിൽ. അച്ഛാ എൻ്റെ ക്ലോസ് എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, എൻ്റെ ക്ലോസിൽ വരുന്നത് ഒറ്റ ടേക്കിൽ. ലാസ്റ്റ് സമയത്ത് എങ്ങാണ്ടും ക്യാമറയുടെ ഫോക്കസ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയ ആ സമയത്ത് സാറ് ഭയങ്കര ചൂടായി ടെക്നീഷ്യന്മാരെടുത്ത്. ഇങ്ങനെ ആർട്ടിസ്റ്റ് ഇങ്ങനെ പെർഫോമൻസ് തരുമ്പോൾ ഇത് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ടെൻഷൻ, ഈശ്വര ഇത് വീണ്ടും വരുമോ ഒന്നുകൂടി കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാവരും വന്നിട്ട് സംസാരിച്ചു, സാറ് അത് ആ സാധനം തന്നെ കിട്ടിയാൽ മതി, അതുപോലെ തന്നെ ചെയ്താൽ മതി, ഒന്നും കൂടുതൽ മാറ്റമൊന്നും വരുത്തല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു, എല്ലാവരും ഷെയ്ക്കാൻ്റെ തരുന്നു, അടിപൊളി. പിന്നെ ആ സിനിമ തീരുന്നത് വരെ ഈ ക്ലൈമാക്സിന് തന്നെ എല്ലാവരും സംസാരിച്ചു, അവള് വലിയ നടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ധനേശേട്ടനൊക്കെ ഉണ്ടല്ലോ, ധനേശേട്ടനൊക്കെ എപ്പോഴും ഇത് പടം കഴിഞ്ഞിട്ടും മെസ്സേജ് അയക്കും, പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നീ മറ്റേ കേറും, വേറെ പരിപാടി ആയിരിക്കുന്നു, അതൊന്നും കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് പക്ഷെ എനിക്ക് ആ പെർഫോമൻസ് സെൻ്റെ സാർ എന്നെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ച ഒരു ക്യാരക്ടറാണ്. അത് സാറിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലായിരിക്കും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ബാക്കിയുള്ളവർ പറഞ്ഞോ അങ്ങനെയല്ല, അതിലും സന്തോഷമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. സാർ അപ്രിഷ്യേറ്റ് ചെയ്തു. സാറ് പാക്കപ്പിൻ്റെ സമയത്തും സാറ് പറഞ്ഞു
ഗംഭീര ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് ചെയ്തു അത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ സെന്ന സാറിൻ്റെ പടം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റ് എന്നൊക്കെ ഇപ്പം നമ്മൾ പറയുന്നത്, പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. അതെ, നമുക്ക് അതിലൊക്കെ ഞാൻ ഇപ്പൊ വിശ്വസിച്ച് തുടങ്ങുന്നുണ്ട്. വെച്ചാൽ ഞാൻ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ് ചിന്തിക്കുന്ന ആളാ. എന്തായാലും നമുക്ക് എത്തില്ല, നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും നമുക്ക് ഓക്കെ ആവില്ല, നമ്മളെല്ലാവരും മാറ്റി നിർത്തും അങ്ങനെ. പക്ഷെ എനിക്ക് നമ്മൾ ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഇന്നർ തോട്ട് എന്നുള്ള ഒരു സാധനം കിടക്കുന്നത് കൊണ്ട് അതിലേക്ക് എത്താറുണ്ട്. തിങ്കളാഴ്ച വിഷയം കണ്ടിട്ട് ആ സമയത്ത് ഞാൻ സിനിമ ചെയ്യുന്ന പോലും ഇല്ല, ഞാൻ സിനിമയ്ക്ക് ട്രൈ ചെയ്യുന്നതും കൂടിയില്ല. ആ തിങ്കളാഴ്ച വിഷയം കണ്ടിട്ട് ഞാനിങ്ങനെ സെന്ന സാറിൻ്റെ ഒക്കെ പടത്തിൽ അഭിനയിക്കാൻ പറ്റണം. സെന്ന സാറിൻ്റെ ഒരു പടത്തിൽ ഞാൻ എന്നിട്ട് ഓഡീഷൻ വന്നപ്പോൾ 17:44 വൈറ്റ് ആൾട്ടോ അതിൻ്റെ ഓഡീഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പം നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ ഇതിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കിട്ടിയത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാറിൻ്റെ അടുത്ത് അത് തീർത്താൽ സാറിനത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളതും എനിക്കറിയില്ല, പക്ഷെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പം കിട്ടുകയും ചെയ്തു. അതെ. പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റുകൾ ഇതുവരെ ഇങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത വർക്കിൽ പരിഗണിക്കാം എന്നല്ലാതെ എനിക്ക് പറയാനായിട്ടൊരു പ്രോജക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ സത്യം. പിന്നെ കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളത് അനൗൺസ് ചെയ്യുമായിരിക്കും. കാസർഗോഡ് നിന്ന് കൊച്ചിയിലാണല്ലോ കൂടുതൽ ലൊക്കേഷനൊക്കെ വരിക. അപ്പം നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് സിനിമയിലേക്കൊക്കെ എത്താൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാനൊരു 2017 തൊട്ട് എറണാകുളത്തുണ്ട്. അപ്പം പിന്നെ ഇപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കാസർഗോഡേക്ക് താമസം മാറ്റിയത്. ഞാൻ ആക്ച്വലി എറണാകുളത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എറണാകുളം ബാക്കിയുള്ളവർ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അടുത്താണ്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്ര മണിക്കൂർ ട്രെയിനിൽ? 8 മണിക്കൂർ. 8 മണിക്കൂർ ശരിക്കും മുമ്പൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 8 മണിക്കൂർ വലിയൊരു സമയമാണ്. എനിക്കിപ്പോൾ അതൊരു സമയമായിട്ട് തോന്നാറില്ല. ശരിക്കും എത്ര പെട്ടെന്ന് ആ സമയം പോകണമെന്നറിയോ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ എത്തുമ്പോൾ ഞാൻ എറണാകുളത്ത് എത്തിയോ, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് സമയം തീരെ കിട്ടണില്ല എന്നുള്ളൊരു പരിപാടി എനിക്ക് തോന്നിയാന്ന് പറയില്ല. ലൈഫും ഹോപ്പും ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ പറഞ്ഞ വിജിഷ എന്തായിരിക്കും പറയാം? അയ്യോ, അതൊരു ഒന്നൊന്നര ക്വസ്റ്റ്യനാണ്. ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഇന്ന് ജീവിക്കുന്ന ഒരാളാണ്. നാളത്തേക്ക് ഫ്യൂച്ചർ എന്നുള്ളൊരു പരിപാടി എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാൻ ചെയ്യാറില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഹാപ്പി ആക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈവൻ ഞാൻ ഹാപ്പി ആയാലും എനിക്ക് ചുറ്റുള്ളവരെ എനിക്ക് ഹാപ്പി ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ഞാൻ എപ്പോഴും മനസ്സിൽ കാണാറുണ്ട്. ഞാൻ എന്നെ ഹാപ്പി ആക്കി വെക്കാൻ. ഞാൻ ഡെസ്പായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ടെററായി കഴിഞ്ഞാൽ അത് എന്നെ ചുറ്റുമുള്ളവരെ ഭയങ്കര അഫക്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് മാക്സിമം ഞാൻ ചിരിച്ചിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. അത് വർക്കാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇപ്പോൾ അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ പറയും അതൊക്കെ അവൾ ചുമ്മാ തള്ളുന്നതാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഹോപ്പ് ഈ പറഞ്ഞതുപോലെ ഞാൻ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ചു ഞാൻ മനഃപൂർവ്വം അതിലേക്ക് എത്തിപ്പെടണം എന്നുള്ള അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ല. നമുക്ക് ജെന്യുവിനായിട്ട് വരുന്ന കുറച്ച് ആഗ്രഹങ്ങളില്ലേ, എന്തെങ്കിലും കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ അത് കൊള്ളാമല്ലോ, നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലൊക്കെ അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നടക്കുമായിരിക്കും, നടക്കേണ്ടതാണെങ്കിൽ നടക്കട്ടെ. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല വർക്കാവുന്നുള്ളത്, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും. ഒരു അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ. ഈ വിജിഷ നീലേശ്വർ, ഈ നീലേശ്വർ എന്താണ്? നീലേശ്വർ എന്ന് വെച്ചാൽ നീലേശ്വരം എൻ്റെ സ്ഥലമാണ്. കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ കാവ്യാമാധവൻ്റെ ഒക്കെ സ്ഥലമാണ് നീലേശ്വരം. എൻ്റെ വീട് ആക്ച്വലി ഞാൻ ജനിച്ച് വളർന്നത് നീലേശ്വരത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ ബംഗളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടുന്ന് ഞാനിപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത് പാലായി എന്ന് പറഞ്ഞ സ്ഥലത്ത്. രണ്ടും 2 സ്ഥലമാണ്. അവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഞാൻ നീലേശ്വരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൗണാണ്. ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞങ്ങളുടെ ടൗണാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ടൗണാണ്. അപ്പം എനിക്ക് ആ പേരുമായിട്ട് എനിക്കറിയില്ല, എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എനിക്ക്. പിന്നെന്ന് വെച്ചാൽ പേര് വെക്കണം, ഞാൻ അങ്ങനെ തന്നെയാണ് പേര് കൊടുക്കുക. മാക്സിമം എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് വിജിഷ നീലേശ്വരം തന്നെ. ഈവൻ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി വിജിഷ നീലേശ്വരം എന്നാണ്. അപ്പം എനിക്ക് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ, പേഴ്സണലി അറിയുന്ന ആൾക്കാർ തന്നെ നീലേശ്വരം മാറ്റണം, അതൊരു സുഖമില്ല, ഊഹിക്കാൻ പറ്റുമായിരിക്കും ഈ പറയുന്നത് പോലെ. അങ്ങനെ ഒരു പേര് ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ
മറ്റേ അങ്ങനെ പറയുന്നതല്ല, ഞാനിങ്ങനെ എൻ്റെ ഒരു തോട്ട്സിൽ വന്നിട്ട് ചില ആൾക്കാരുടെ പേരിൻ്റെ കൂടെ സ്ഥലപ്പേര് വെക്കുമ്പം ടോൺ അങ്ങോട്ട് മാറും. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ വടുതല വത്സ, ആ കുന്നംകുളം ശാന്ത അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അപ്പൊ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഈ മൊമെന്റ് വരെ ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ടോ? അത് ശരിക്കും ഒന്ന് രണ്ടാളതല്ല, കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ആ പേര് ഒന്ന് മാറ്റണം. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് മാറ്റരുത്. അത് അവരുടെ ചിന്ത അങ്ങനെ ആയിരിക്കണം, അതങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. ഞാൻ അങ്ങനെയല്ല പേര് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എനിക്കത് മാറ്റാൻ തോന്നിയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ അത് ഞാൻ അങ്ങനെ വെച്ചു, എനിക്കിഷ്ടം. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു നാടകം ഫീൽ വരുന്നുണ്ടെന്ന്. ഇങ്ങനെ പേരിൻ്റെ കൂടെ സ്ഥലപ്പേര് വെക്കുമ്പോൾ നാടകക്കാരി എന്നുള്ളത്. എനിക്ക് നാടകം ഞാൻ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ ചെയ്തതല്ലാതെ എനിക്ക് വേറെ നാടകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള ഷിംജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ ശരിക്കും തന്നെ ആക്ച്വലി അഭിനയത്തിലേക്ക് കൊണ്ടുവന്നത് ആ ചേട്ടനാണ്. ആ ചേട്ടൻ പണ്ട് നാടകമൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനതിൻ്റെ ഹീറോയിനൊക്കെ ആയിരുന്നു, 6ാം ക്ലാസ്സിലെ ഹീറോയിൻ. അത് ചിലപ്പോൾ ആ ചേട്ടനായിരിക്കും എന്നെ ഈ അഭിനയം എന്നുള്ള പരിപാടിയിലേക്ക് ഇറക്കിയത്. ആ ചേട്ടനാണ്. ആ ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര താങ്ക്സ് ഉണ്ട് ഇപ്പോഴും. അങ്ങനെ അല്ലാതെ എനിക്ക് നാടകമായിട്ട് വേറെ ഒരു ബന്ധവുമില്ല. അപ്പം ഇവർ ഈ വിചാരിക്കുന്നതൊക്കെ തെറ്റാന്നേ. ഈ പേര് വെച്ചു എന്ന് വിചാരിച്ചിട്ടേ, ഞങ്ങൾ സ്ഥലപ്പേര് വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ 2 കാര്യങ്ങളും അട്ടർ നോൺസെൻസ് ആണ്. അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ മാറ്റേണ്ടത് അവർ പറഞ്ഞതിനെ കൊണ്ട്? ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ അത് തന്നെ എന്നാൽ ഇരിക്കട്ടെ നീലേശ്വരം. ആ നീലേശ്വരം എന്നുള്ളത് ഞാൻ നീലേശ്വർ ആക്കി. നമ്മൾ കുറച്ചൊന്ന് ഇംഗ്ലീഷ് വൽക്കരിച്ചതാണ്. വിജിഷേൻ്റെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ ഭയങ്കര നമ്മളെന്താ പറയുക, മൈൻഡ് ഭയങ്കര ഫ്രീ ആകുമെന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, ഭയങ്കര അറിയുന്ന ഒരാളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന, നമ്മൾ ഈ കൂട്ടുകാരോടൊക്കെ ഇരുന്ന് നമ്മൾ കുറേ നേരം സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 45 മിനിറ്റ് വേണ്ടി നമ്മൾ സംസാരിക്കും. ഇതിൻ്റെ എത്ര സമയം അല്ല, പക്ഷെ ഭയങ്കര ഫ്രീ ആവുന്നു നമ്മള്. നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന, ഒരു മറയില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആളുകളെ കംഫർട്ട് ആക്കാൻ വേണ്ടി പറ്റുന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യമാണല്ലോ. അപ്പം എനിക്കിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. ഒരു ഗസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.